യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെത്സീദ കുളക്കടവിലേക്ക് യേശു ഇന്ന് പോവുകയാണ്. സുവിശേഷം ആരംഭിക്കുന്നത് ബെത്സീദ കുളക്കടവിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ്. അവിടെ 5 കൽമണ്ഡപങ്ങളുണ്ട്. അവിടെ എല്ലാ വർഷവും ദൂതൻ വന്ന് വെള്ളമിളക്കും. ആ സമയത്ത് ആരാണോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് ഉടനെ അവർ സുഖം പ്രാപിക്കും. ഇങ്ങനൊരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ആ കുളക്കടവിൻ്റെ ചുറ്റുമായിട്ട് കുറേ മുടന്തരുണ്ട്, അന്ധരുണ്ട്, അസുഖം ബാധിച്ച മനുഷ്യരുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യർ നിൽക്കുകയാണ്. ഇത് ഫസ്റ്റ് പ്രയോറിറ്റി ആണല്ലോ. ആർക്കാണോ ആദ്യം എടുത്ത് ചാടുന്നത് അവരാണ് സുഖം പ്രാപിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു മനുഷ്യനുണ്ട്, 38 വർഷമായിട്ട് ഇങ്ങനെ തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യൻ. അയാൾ ആ വെള്ളത്തിലിറക്കാൻ ആരുമില്ല എന്നൊരു സങ്കടം പറഞ്ഞുകൊണ്ട് സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശു അവിടെ എത്തി അവരുടെ കാര്യം തിരക്കുകയാണ്. എന്നിട്ട് യേശു അവരോട് ചോദിക്കുന്നത്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒട്ടും പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. എങ്കിലും യേശു ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്. യേശു എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്? ചോദ്യത്തിന് മറുപടിക്ക് വല്ല പ്രസക്തിയുണ്ടോ? അറിയില്ല. പക്ഷേ അതിനുശേഷം വരുന്ന കാര്യത്തിലും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. യേശു അവനോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടന്നപ്പോൾ. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ്റെ ശരീരത്തിന് ബലം വയ്ക്കുകയാണ്. പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത അവൻ്റെ അസുഖത്തിലേക്കൊരു മാറ്റം സംഭവിക്കുന്നു, ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു. അവൻ എഴുന്നേറ്റ് കിടക്കയും കയ്യിലെടുത്ത് അവൻ നടന്നു. ഇത് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. എൻ്റെ ഒരു സംശയം, യേശു ആദ്യം അവനോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആവശ്യമില്ലാത്തൊരു ചോദ്യമായിരുന്നു. അതേ കണക്ക് ഇവിടെയും പറയുന്നു, നീ കിടക്കയും എടുത്ത് നടന്നു പോ. എന്തിനാ ഇത് പറഞ്ഞത്? എഴുന്നേറ്റ് നടന്നു പോകുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ കിടക്കയും എടുത്ത് നടന്നു പോ എന്നെന്തിനു പറഞ്ഞു? പ്രിയമുള്ളവരെ, യേശുവിനൊരു കാര്യം വ്യക്തതയുണ്ട്. ഒരുവര് 38 വർഷമായിട്ട് ഒരു അസുഖമാണ്. ഇവിടെ അതിനേക്കാളും അപ്പുറം നിയമത്തിൽ കുരുക്കപ്പെട്ട് നിയമത്തിൻ്റെ അടിമപ്പെട്ട് നടക്കുന്ന കുറേ അസുഖം ബാധിച്ച മനുഷ്യർ കുറേ ചുറ്റും നിൽപ്പുണ്ട്. അവരുടെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാണ്. അവരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങളൊന്നും വലിയ വ്യക്തതയില്ല. ഇവിടെ ഒരാൾ 38 വർഷമായിട്ടാണ് അസുഖം ബാധിക്കുന്നതെങ്കിൽ ഇവിടെ കാലാകാലങ്ങളായി അസുഖം ബാധിച്ച് നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇവിടെ സൗഖ്യം ബെത്സീദ കുളക്കടവിൽ കിടക്കുന്ന തളർവാദ രോഗിക്ക് മാത്രമല്ല, മറിച്ച് ചുറ്റും നിൽക്കുന്ന നിയമത്തിൽ അടിമപ്പെട്ടു പോയ മനുഷ്യർക്കും കൂടിയാണ്. അങ്ങനെ നിയമത്തിൽ കുരുക്കപ്പെട്ട് അടിമപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്കും കൂടി അവൻ സൗഖ്യം നൽകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞു, കിടക്കയും എടുത്ത് നടന്നപ്പോൾ. അപ്പോൾ ചർച്ച മാറി. എല്ലാവരും സാബത്ത് ദിവസം ആരാണ് കിടക്കയെടുത്തോട്ട് പോകാൻ നിന്നെ പറഞ്ഞത് എന്നതിൻ്റെ പേരിലായി ചർച്ച. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം 2 രീതിയിലുള്ള സൗഖ്യങ്ങളാണ്. ഒന്ന് ശരീരത്തിൻ്റെ, 2 മനസ്സിൻ്റെ. ചിലപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ സുഖങ്ങൾ അത്യാവശ്യമായിട്ട് വരും. അതാണ് നമുക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ട്. ചിലപ്പോഴൊക്കെ അതിനേക്കാളും അപ്പുറം നമുക്ക് ആവശ്യമായി വരുന്നത് മനസ്സിൻ്റെ ചില സൗഖ്യങ്ങളാണ്. നമ്മളൊക്കെ ചില സമയങ്ങളിൽ ചിലരൊക്കെ കുരുക്കിൽപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ചില ബന്ധങ്ങളിൽ അടിമപ്പെട്ടു പോകാറുണ്ട്. ഈ ബന്ധങ്ങളിലും ചില ജീവിത സാഹചര്യങ്ങളിലും ചില പാപങ്ങളിലൊക്കെ അടിമപ്പെട്ടു പോകുന്നതുകൊണ്ട് നമുക്ക് സൗഖ്യം അത്യാവശ്യമാണ്. അവിടെ ക്രിസ്തുവിൻ്റെ ഇടപെടൽ അത്യാവശ്യമായിട്ടുണ്ട്. ഒരു തളർവാദ രോഗിക്ക് ശരീരത്തിൻ്റെ സൗഖ്യമാണ് അത്യാവശ്യമെങ്കിൽ ചുറ്റും നിന്ന കുറേ മനുഷ്യർക്ക് മനസ്സിൻ്റെ സൗഖ്യമാണ് അത്യാവശ്യം. അതുകൊണ്ട് ക്രിസ്തു ഒരേ സമയത്ത് ഒരേ വാക്കുകളിലൂടെ 2 സൗഖ്യങ്ങൾ കൊടുത്തു. പക്ഷേ ശരീരത്തിന് സൗഖ്യം അത്യാവശ്യമായിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ മാറി നിന്നു. അവരതിനെ ചോദ്യം ചെയ്തു. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ശരീരത്തിന് സുഖമല്ല, മനസ്സിന് സുഖമാണ് അത്യാവശ്യം. ക്രിസ്തു പല രീതിയിൽ പല സാഹചര്യത്തിലൂടെ നമുക്കത് ക്രിസ്തു വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ നേരിനോട് ചേർന്ന് നടക്കുന്ന മനുഷ്യരാണ്. സൗഖ്യങ്ങളൊക്കെ ഈ തപസ്സുകാലത്ത് ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാറി തൂകി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാറി തൂകി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബത്സീദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകും, നിന്റെ കരുണ തേടും വൈകല്ലേ എന്റെ മൂർച്ചക്കാ.
ചാട്ടവാറുകൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറുകൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമം എന്റെ ആശ്രയം, ആശയറ്റ നേരം എന്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എന്റെ ആശ്രയം,